പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന പരമ്പരയിൽ അപ്രതീക്ഷിതമായ മല്ലികയുടെ ആവശ്യം അഞ്ജനയെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. പ്രതിഭയുടെ കള്ളത്തനം കൈയോടെ പിടികൂടുന്നതിന് വേണ്ടി മല്ലിക ശ്രമിക്കുന്നുവെങ്കിലും മല്ലികയുടെ ശ്രമങ്ങളെല്ലാം പാഴാകുന്നു. ഇതേ തുടർന്ന് മല്ലിക പ്രതിഭയെ ഭീഷണിപ്പെടുത്തുകയും തൽക്കാലത്തേക്ക് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് തൽക്കാലത്തേക്ക് താൻ വിജയിച്ചു കഴിഞ്ഞു എന്നുള്ള ആശ്വാസത്തിൽ പ്രതിഭ ഇരിക്കുന്നു. എന്നാൽ ഇതേ തുടർന്ന് പ്രതിഭ അഞ്ജനയ്ക്ക് മെസ്സേജ് അയച്ചതിനെ തുടർന്ന് അഞ്ജന വീണ്ടും അവിടെ എത്തുകയും എങ്ങനെയാണ് തനിക്ക് പ്രതിഭയുടെ നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നത് എന്നറിയാതെ നമ്പരെന്ന് നിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടയിൽ അനുമോളും പ്രതിഭയും ചിരിക്കുന്നത് കാണാൻ ഇടയാകുന്നത് അഞ്ജനയെ ഞെട്ടിച്ചതിനെ തുടർന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ഇരുവരും തന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട് എന്നുള്ളത് അഞ്ജനയ്ക്ക് ഉറപ്പാകുന്നു. എന്നാൽ കാര്യങ്ങളെല്ലാം വിട്ടു പറയുന്നതിനായി ഇരുവരും തയ്യാറാകുന്നില്ല. ഇതേ തുടർന്ന് മനുവിനെയും കൂട്ടിക്കൊണ്ട് അഞ്ജന അമ്പലത്തിലേക്ക് പോയി മടങ്ങിയെത്തുന്ന അഞ്ജനയോട് കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് പ്രതിഭയ്ക്ക് വേണ്ടി ഇനി ചൈന പ്രദക്ഷിണം ഓരോ ആഴ്ചയിലും ചെയ്യാമെന്നും തനിക്ക് പകരം മനുവാണ് ഇതെല്ലാം ചെയ്യാൻ പോകുന്നത് എന്നും പറഞ്ഞതിനെ തുടർന്ന് തനിക്കൊരു വാക്ക് സത്യം ചെയ്തു തരണം എന്നുള്ള കാര്യം പ്രതിഭ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അതിന് താൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുന്ന അഞ്ജനയും മനുവും എന്താണ് ആവശ്യമെന്ന് ചോദിക്കുന്നു. ഇതേ തുടർന്ന് താൻ ആവശ്യപ്പെട്ടതിൽ നിന്ന് പിന്മാറാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം മറക്കരുത് എന്ന് മല്ലിക പറഞ്ഞതിനെ തുടർന്ന് അതൊക്കെ ഞങ്ങൾ ഏറ്റു എന്നുള്ള കാര്യം ഇരുവരും വ്യക്തമാക്കുന്നു. ഇതേ തുടർന്ന് ഇരുവരും ഭാര്യ ഭർത്താക്കന്മാരായി ഇനി ജീവിക്കരുത് എന്നാണ് തന്റെ ആവശ്യം എന്ന് മല്ലിക പറഞ്ഞത് ഇരുവരെയും ഞെട്ടിച്ചതിനെ തുടർന്ന് മല്ലിക പറഞ്ഞത് അംഗീകരിക്കാൻ താൻ തയ്യാറാണ് എന്ന് അഞ്ജന വ്യക്തമാക്കുന്നു. പക്ഷേ താൻ എന്തിന് തയ്യാറല്ല എന്ന് മനു പറഞ്ഞതിനെ തുടർന്ന് മനുവിനോട് ഈ കാര്യത്തിൽ തർക്കം വേണ്ട എന്നും അമ്മയെ അനുസരിക്കാനും അഞ്ജന പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ മല്ലികയോട് അഞ്ജന ഇപ്പോൾ ജീവിക്കുന്നത് പോലെ തന്നെ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നും നിയമപരമായി ഞങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് അത് തന്നെയാണ് താനും ഉദ്ദേശിച്ചത് എന്ന് മല്ലിക പറയുന്നു. അപ്രതീക്ഷിതമായ ഈ തിരിച്ചറിവ് മനുവിനെയും ഞെട്ടിച്ചതിനെ തുടർന്ന് മനു അവിടെ നിന്ന് പോകുന്നു. ഇതേ തുടർന്ന് അഞ്ജന മല്ലികയുമായി കാര്യങ്ങൾ സംസാരിച്ചതിനെ തുടർന്ന് മല്ലികയുടെ പഴയകാല ജീവിതത്തെ പറ്റി അഞ്ജന ചോദിക്കുന്നു. ഇതേ തുടർന്ന് തന്റെ പഴയകാല ജീവിതത്തെ പറ്റിയുള്ള കാര്യങ്ങൾ അഞ്ജനയോട് തുറന്നു പറയാൻ മല്ലിക തയ്യാറാവുകയാണ്. മല്ലികയുടെയും പ്രതിഭയുടെയും പഴയകാല ജീവിതത്തെ പറ്റിയുള്ള ദുരൂഹതകളിലേക്കാണ് ഇനി കഥ മുന്നോട്ട് പോകാൻ പോകുന്നത്. പുതിയ അപ്ഡേറ്റ്സുകൾ ഉടൻ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക.